നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടന എത്ര വലിയ മതരാഷ്ട്രീയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അതുപോലെ തന്നെ എത്ര വലിയ മതവർഗീയതയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നതിനും ഏറ്റവും വലിയ തെളിവ് അവരുടെ വാരികയായ പ്രബോധനയിൽ വരുന്ന ലേഖനങ്ങൾ തന്നെയാണ്. അതിനകത്ത് വരുന്ന ഇന്റർവ്യൂകൾ തന്നെയാണ്. ഇപ്പോഴിതാ ഭാരതത്തിനെതിരെ ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന ബംഗ്ലാദേശ് മതമൗലികവാദികളുടെ ഇന്റർവ്യൂ ആലേഖനം ചെയ്തിരിക്കുകയാണ് ഈ വാരികയ്ക്കുള്ളിൽ. തുടക്കം മുതൽ ഒടുക്കം വരെയും ഭാരതത്തിന് എതിരായിട്ടുള്ള, ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ മാത്രമാണ് അവർ സൂചിപ്പിച്ചു പോകുന്നത്. ഇതിനെതിരെ ഇപ്പോ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കർശന നിലപാടും അന്വേഷണവും വന്നിട്ടുണ്ട്. ഭാരതത്തിനെതിരെ, ഇന്ത്യക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ദേശവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നുണ്ടോ, അത് വാരികയായിക്കോട്ടെ, മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, ഏതു തരം സ്ഥാപനങ്ങളായാലും അതിനെതിരെ കൃത്യമായ അന്വേഷണവും അതിനെ അടച്ചുപൂട്ടിക്കുന്ന സാഹചര്യവും, അതുമല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അത്തരം സ്ഥാപനങ്ങളെ ഇടിച്ചു നിരത്തുന്ന ആ ഒരു രീതിയിലേക്ക് ഭാരതം മാറിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല ഭാരതത്തിന് വലുത്, രാജ്യസ്നേഹം എന്നുള്ളൊരു വസ്തുത മാത്രമാണ് ഇന്ന് ഭാരതത്തിന്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ വർഗീയ സംഘടനയുടെ പ്രബോധന എന്ന് പറയുന്ന വാരികയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശ് മതമൗലികവാദികളുടെ ഇന്റർവ്യൂകൾ, അതും കൃത്യമായ ഇന്ത്യക്കെതിരെയുള്ള രാജ്യദ്രോഹ നിലപാടുകൾ പറഞ്ഞ ആ വാരികയ്ക്കെതിരെ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. മുൻപും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ സംഘടന എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. അവർ അവരുടെ വർഗീയ രാഷ്ട്രീയത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഭാരതത്തിനകത്തുള്ള ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രണ്ട് ചേരിയിലാക്കി ആ ചേരികളെയും തമ്മിലടിപ്പിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു മതരാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഏറ്റവും വലിയ പണികൾ, അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ അജണ്ടയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രബോധന പോലുള്ള ഇത്തരത്തിലുള്ള വാരികകളെ അവർ ടൂളുകളായി ഉപയോഗിച്ചിരുന്നത്. കാര്യം, ഇന്നും ഇത്തരം വാരികകളെ ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ഒരുപാട് ജനസമൂഹം ഭാരതത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വർഗീയത ആ ഒരു വാരികയ്ക്കുള്ളിലൂടെ എഴുതിവിട്ടാൽ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും എന്നൊരു ഐഡിയ ഇവരുടെ ഉള്ളിൽ തോന്നിയത്. പക്ഷേ മുൻപത്തെ പോലെ അല്ല ഭാരതം. ഇപ്പോ ഇത്തരത്തിൽ ഏത് തരത്തിൽ രാജ്യദ്രോഹ നിലപാടുകൾ എടുക്കുന്നുവോ അത്തരത്തിലുള്ള നീക്കങ്ങളെ തുടക്കത്തിലെ തന്നെ നശിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് ഭാരതത്തിന്റെ ഭരണകൂടം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രബോധന പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം വാരികകൾക്കുള്ളിൽ എഴുതി വന്ന, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ മതമൗലികവാദികൾ സൃഷ്ടിച്ചെടുത്ത ഇന്റർവ്യൂകൾ, ആ ഇന്റർവ്യൂകൾ പോലും നോട്ട് ചെയ്തുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം പുറപ്പെടുവിക്കുകയും ഇപ്പോഴിതാ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയോട് ഒന്നേ പറയുവാനുള്ളൂ, മുൻപത്തേതുപോലെ ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി രാജ്യവിരുദ്ധ നിലപാടുകൾ ഇത്തരം ആരുമറിയാത്ത വാരികയിലൂടെ എഴുതി ചേർത്ത് പയ്യെ പയ്യെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നൊരു വിചാരമുണ്ടെങ്കിൽ ഭരണകൂടം മാറിയിരിക്കുന്നു, ഭരണകൂടത്തിന്റെ ചിന്താഗതി മാറിയിരിക്കുന്നു. രാജ്യത്തെ തകർക്കണമെന്ന് ചിന്തിക്കുന്നവരെ, അവരെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ തകർക്കണമെന്നും കൃത്യമായി അറിയാവുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഭാരതം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ അടിവേര് വരെ പിഴുതുകളയും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് അത് മനസ്സിലുണ്ടായാൽ, അല്ലെങ്കിൽ ആ ഒരു ഭയം മനസ്സിലുണ്ടായാൽ നല്ലത്.